ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നുവരുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് ഹല്ലേലൂയ ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ വൈകിയ സമയം കാണുവാൻ കഴിയാതെ വണ്ണം അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ ഹല്ലേലൂയ വിവിധമാകുന്ന പ്രശ്നങ്ങൾ അകപ്പെട്ടപ്പോൾ, സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ബലത്തോടെ ആരോഗ്യത്തോടെ നിർത്തി ഇപ്രകാരം ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ച വൻകൃപകളെ ഓർത്തേ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താജ് തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അന്ധകാര വ്യാപാരങ്ങളും നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വൈകിയ സമയത്ത് കർത്തൃപാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുമ്പോൾ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പേജിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടണം. കർത്തദാസിയെ കുടുംബത്തെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെ, എല്ലാ പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവശക്തിയാൽ ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണം. ശുശ്രൂഷകൾ വലിയ അനുഗ്രഹത്തിന് കാരണമായി തരണം. അനേകരുടെ വിടുതലിന് കാരണമായി തരണം. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുവാൻ കൃപചുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ മറവിൽ അടിയങ്ങളെ മറയ്ക്കണം. ദൈവകൃപയ്ക്കുള്ള അടിയങ്ങളെ പൊതിക്കണം. ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്നത്തെ ദിവസം വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ കൃപ ചെയ്യുമാറാകണം. തടസ്സങ്ങളെല്ലാം നസ്രനായി യേശുവിൻ്റെ നാമത്തിൽ നീങ്ങി പോകാൻ കൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണം. പ്രാർത്ഥന ഇട്ടികാല സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു വൈകിയ സമയത്ത് ഹല്ലേലൂയ ദൈവപാദപീഠത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഹല്ലേലൂയ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഈ വർഷം നാം ചിന്തിക്കുകയാണെങ്കിൽ ജനുവരി 1 മുതൽ ഹല്ലേലൂയ ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതി വരെയും ദൈവം നമ്മെ സൂക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ജനുവരി 1-ാം തീയതി കണ്ട് അനേകർക്ക് ഇന്നത്തെ ഈ ദിവസം കാണുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും സെപ്റ്റംബർ 2-ാം തീയതി വൈകിയ സമയം വരെയും ദൈവം നടത്തിയ ആ വിധങ്ങളെ ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്രയോ അനർത്ഥങ്ങൾ കടന്നു വന്നു, എത്രയോ രോഗങ്ങൾ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. എത്ര വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അതിൽ നിന്നൊക്കെയും വിടുവിച്ച് ഹല്ലേലൂയ ഈ സെപ്റ്റംബർ മാസം 2025 സെപ്റ്റംബർ 2-ാം തീയതി വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം തന്ന ആ നല്ല അവസരത്തെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാം പലപ്പോഴും അവിശ്വസ്തരായി തീർന്നപ്പോഴും ദൈവം നമ്മോട് വിശ്വസ്തനായി കൂടെയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അവിശ്വസ്തതകളോ നമ്മുടെ കുറവുകളെയോ ഒന്നും ഓർക്കാതെ വണ്ണം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ച കർത്താവാകിയാൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ ഏൽപ്പിക്കാൻ നമുക്ക് നന്ദി കരയറ്റാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ അത് മനുഷ്യരെ പോലെ അല്ല. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ പറ്റി ദൈവത്തിന് ഉദ്ദേശവും പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിലേക്ക്, ആ പദ്ധതിയിലേക്ക്, ആ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടതിന് ദൈവം ആ വ്യക്തിയെ വഴി നടത്തുന്ന ദൈവമാണ്. ആ വ്യക്തിയെ പരിപാലിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ ശത്രുവിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ഹല്ലേലൂയ നമ്മെ പരിപാലിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷിക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ചിന്തയുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ഓരോരുത്തരെയും പറ്റി ദൈവത്തിന് ചിന്തയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പലരും നമ്മെ അറിയാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ അറിയുന്ന ഒരു കർത്താവാണ് നാം സേവിക്കുന്ന ദൈവം. സ്തോത്രം.
പലപ്പോഴും പലരും നമ്മെ മറന്നു പോകുമ്പോൾ ഒരിക്കലും മറന്നു പോകാതെ വണ്ണം ഹല്ലേലൂയ, ഒരിക്കലും ഉപേക്ഷിക്കാതെ വണ്ണം ഹല്ലേലൂയ നമ്മെ എപ്പോഴും ഓർക്കുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ആ പദ്ധതികളിലേക്ക് ഹല്ലേലൂയ നാം എത്തിച്ചേരണമോ? നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നവരായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണം. ദൈവിക പദ്ധതികൾ ഹല്ലേലൂയ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് മറ്റാർക്കും കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഹല്ലേലൂയ ആ നന്മകളാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെയും ഹൃദയത്തിൽ തോന്നാത്തത്, ചെവിയിൽ കേൾക്കാത്തത്, ഹല്ലേലൂയ കണ്ണിൽ കാണാത്തത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുന്നു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ ഗിഫ്റ്റുകൾ നൽകുന്നത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അധികമായി ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഹല്ലേലൂയ സ്നേഹത്തിൻ്റെ പ്രകടീകരണമായിട്ട് ദൈവം നമ്മെ നടത്തുന്നു. സ്തോത്രം ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ ആ പ്രകടീകരണമായിട്ട് നല്ല ആരോഗ്യം നൽകിക്കൊണ്ട്, നല്ല ബലം നൽകിക്കൊണ്ട്, നല്ല സൗഖ്യം നൽകിക്കൊണ്ട് ഹല്ലേലൂയ ഒന്നിനും കുറവില്ലാത്തവരായി ഹല്ലേലൂയ ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്നു. സ്തോത്രം. ആ ദൈവത്തിന് എത്ര നന്ദി കരേറ്റിയാലും മതിയാവുകയില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ആ സ്നേഹത്തിൻ്റെ ഹല്ലേലൂയ പാരിതോഷികമായി നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ നാം ദൈവത്തിന് നന്ദി കരേറ്റണം. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാമും ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നവരായി തീരണം. സ്തോത്രം. നാമും ദൈവവുമായുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നാമും ദൈവവുമായിട്ടുള്ള ഒരു ദൃഢതയുണ്ടാകണം, ഒരു അഭേദ്യ ബന്ധമുണ്ടാകണം. ആ ബന്ധത്തെ ഒരിക്കലും ഒരു ശക്തിയും തകർക്കുവാൻ ഇടയാകാത്ത രീതിയിൽ ഹല്ലേലൂയ ആയിരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവത്തിനനുസരിച്ച് നിൽക്കുന്ന വ്യക്തിയാണോ ദൈവം സംസാരിക്കും. ദൈവത്തിനനുസരിച്ച് നിൽക്കുന്ന വ്യക്തിയാണോ ദൈവം ഹല്ലേലൂയ ഇടപെടുക തന്നെ ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം എപ്രകാരമായിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഒന്ന്, നുറുങ്ങിയ ഹൃദയം. ദൈവത്തോടുള്ള ആ ബന്ധത്തിലായിരിക്കുമ്പോൾ ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു നുറുങ്ങിയ ഹൃദയമുണ്ടായിരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. സങ്കീർത്തനം 34 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സ്തോത്രം. 34 സങ്കീർത്തനം നോക്കുമ്പോൾ ഹല്ലേലൂയ ദാവീദ് രാജാവിൻ്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വല്ലവിധേനയും രക്ഷപ്പെടേണ്ടതിന് ബുദ്ധിഭ്രമം നടിച്ചുകൊണ്ട് ഹല്ലേലൂയ അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ദാവീദ് പാടിയ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഹല്ലേലൂയ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടാൽ ശത്രു നമ്മെ എന്തും ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. നമ്മെ കൊന്നുകളയാം, ഇല്ലെങ്കിൽ നമ്മെ ഹല്ലേലൂയ ഉപദ്രവിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വിരോധമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അന്ന് വേണ്ട ശത്രുവിൻ്റെ കയ്യിലാണോ അകപ്പെടുന്നത്, ശത്രുവിന് ഇഷ്ടമുള്ളത് ചെയ്യും. അപ്രകാരം ദാവീദ് ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടതിന് ശേഷം രക്ഷപ്പെട്ടപ്പോൾ എഴുതുകയാണ് ഇപ്രകാരം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ രക്ഷപ്പെടുവാൻ ചാൻസ് ഇല്ല. അവിടെ ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ ദാവീദായിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവം സമീപസ്ഥനായി കൂടെ ഇരുന്നിട്ട് ഹല്ലേലൂയ മനസ്സ് തകർന്ന അവസ്ഥയിൽ ഹല്ലേലൂയ അവനെ രക്ഷിച്ചു. സ്തോത്രം ഹല്ലേലൂയ. എവിടെയാണോ പ്രിയമുള്ളവരെ ഹൃദയ നുറുങ്ങിയത് ഹല്ലേലൂയ, എവിടെയാണോ ഹല്ലേലൂയ ആരോടും പറയാത്ത വേദനകളുമായി ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്, ഹല്ലേലൂയ പ്രകാരമാണോ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അറിയാത്തതായ കാര്യങ്ങളുമായി ദൈവസന്നിധാനത്തിൽ ഇരിക്കുന്നത്, ഹല്ലേലൂയ അവിടെ സമീപസ്ഥനായി ദൈവം ഇറങ്ങി വരുന്നു. സ്തോത്രം. കാരണമെന്തേ? ഹൃദയം നുറുങ്ങിയത് കൊണ്ട്, ഹൃദയം നുറുങ്ങി ഇരിക്കുന്ന അവസ്ഥയിലായതിനാൽ ഹല്ലേലൂയ സമീപസ്ഥനായി ദൈവം ഇറങ്ങി വരികയാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവം സമീപസ്ഥനായി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ദൈവം സംസാരിക്കും. എന്ത് ചെയ്തു തരണം ഞാൻ നിനക്ക് വേണ്ടിയിട്ട്? ഹല്ലേലൂയ. നീ ഇത്ര ഹൃദയ നുറുക്കത്തോട് എൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിനക്കായി എന്ത് ചെയ്യും
ചെയ്യണം. ഹല്ലേലൂയ, നീ മനസ്സ് തകർന്നല്ലേ ഇരിക്കുന്നത്, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അടുത്തേക്ക് വരുന്നതായ കർത്താവ്, അയ്മ്പേറിയ ശബ്ദം കേൾക്കുവാൻ കേൾപ്പിക്കുന്ന ദൈവം. സ്തോത്രം. ദൈവമായി ഹല്ലേലൂയ ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും തകർന്ന അവസ്ഥയിൽ, നുറുങ്ങിയ അവസ്ഥയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ സമീപസ്ഥനായ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ നാം ഏത് ആവശ്യത്തിൻ്റെ മധ്യത്തിലാണോ ആയിരിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യം ഉണ്ട്. ഹല്ലേലൂയ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. യാക്കോബ് 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവസന്നിധാനത്തിൽ അല്ലെങ്കിൽ താഴ്മയോടെ ഇരിക്കുന്ന വ്യക്തിയാണോ കൃപ നൽകുന്നു. സ്തോത്രം. ഹല്ലേലൂയ, അവിടെ പിന്നെയും പറയുന്നത്, ആകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. ദൈവത്തിന് കീഴടങ്ങി അല്ലെങ്കിൽ ഹൃദയ നുറുക്കത്തോടെ ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ ശത്രു കൊണ്ടുവരുന്ന പദ്ധതികളോ ശത്രു കൊണ്ടുവരുന്ന പ്ലാനിങ്ങുകളോ നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ വണ്ണം ഹല്ലേലൂയ ശത്രു നമ്മളിൽ നിന്ന് അകന്നു പോകുവാനിടയായിത്തീരും. ദൈവത്തോട് കീഴടങ്ങി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ പിശാചിനെയും നേരിടത്തക്ക നിലയിൽ, പിശാചിൻ്റെ പ്രവർത്തികളെ തരണം ചെയ്യത്തക്ക നിലയിലുള്ള ഒരു ആത്മശക്തിയാൽ നിറയപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ, അതുകൊണ്ടാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. സ്തോത്രം. പിശാച് ഓടിപ്പോകണമോ, പിശാചിനോട് എതിർത്ത് നിൽക്കണമോ, ഹല്ലേലൂയ ദൈവത്തിന് കീഴടങ്ങണം. അതോടൊപ്പം തന്നെ സമീപസ്ഥനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നാം പിശാച് കൊണ്ടുവരുന്ന പദ്ധതികളെ കണ്ട് പകച്ചു നിൽക്കുന്ന അവസ്ഥയിലെ നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ ഈ ദിവസങ്ങൾ താഴ്മ ധരിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാകിയാൽ താഴ്മ ധരിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നിൽക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽക്കത്തക്ക നിലയുള്ള ആ ദൈവ സാന്നിധ്യത്താൽ ദൈവശക്തിയാൽ നമ്മളെ നിറയ്ക്കും. ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ ഒരു ശത്രുവും ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ ഇടയാകാതെ ശത്രു ഓടിപ്പോകും. ഒരു വഴിയായി വരുന്ന ശത്രു ഹല്ലേലൂയ 7 വഴിയായി ഓടിപ്പോകത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ നാം ദൈവത്തോട് അടുത്ത് വസിക്കുന്നവരാകണം. സ്തോത്രം. ഹല്ലേലൂയ, സങ്കീർത്തനം 51-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സെ, തകർന്ന് നുറുകിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹല്ലേലൂയ, തകർന്നിരിക്കുന്ന ഹൃദയമാണോ, നുറുങ്ങിയിരിക്കുന്ന ഹൃദയമാണോ, ദൈവം നിരസിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ, മനുഷ്യർക്ക് നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കാണുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഒരു ഹൃദയം എപ്രകാരമാണ് വേദനിക്കുന്നത്, ആ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ഭാവിക്കുന്നതെന്ന് പുറമേ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മെ നന്നായി അറിയുന്ന കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ ഞരക്കങ്ങൾ പോലും നെടുവീർപ്പ് പോലും തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ആ കർത്താവിൻ്റെ മുൻപിലാണോ ഹല്ലേലൂയ തകർന്നിരിക്കുന്ന മനസ്സായിട്ടായിരിക്കുന്നത്, ആ മനസ്സിനെ ഹല്ലേലൂയ നിരസിക്കുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഒന്ന് സമീപസ്ഥനായി കൂടെ ഇരിക്കുന്നവൻ, 2 രക്ഷിക്കുന്നവനായി കൂടെ ഇരിക്കുന്നവൻ, 3 ഹല്ലേലൂയ തകർന്നിരിക്കുന്ന ഹൃദയമാണോ നിരസിക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ, ഇന്ന് നാം നമ്മുടെ അവസ്ഥ നോക്കിയാട്ടെ. ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം എപ്രകാരമാണ്, നാമം ദൈവമായുള്ള ബന്ധത്തിലേക്ക് ഹല്ലേലൂയ അടുത്ത് വരുന്ന തടസ്സമായി എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഈ വൈകിയ സമയത്ത് നാമം ദൈവമായി ഒന്ന് അടുത്തു വരുവാൻ, നമ്മുടെ വിഷയങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണോ? ഒന്ന് ഹല്ലേലൂയ നുറുക്കത്തോടെ അല്ലെങ്കിൽ ഒന്ന് തകർന്ന ഹൃദയത്തോടെ ദൈവപാദപീഠത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ, കരയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ വലിയ വിടുതലുകളെ വരും ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരിക തന്നെ ചെയ്യും. വലിയ വിടുതലുകൾ, അല്ലെങ്കിൽ വലിയ വിടുതലുകൾ. ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടോ ആ വിഷയത്തിൽ വിടുതലിനെ കണ്ട് സന്തോഷിക്കത്തക്ക നിലവാരത്തിലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം.
ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാം. യേശു ശിഷ്യന്മാരെ അഹലമായിട്ട് പടകിൽ യാത്ര ചെയ്യുകയാണ്. യേശു യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. ഹല്ലേലൂയ. പടകിൽ തിര തള്ളി കയറുകയാൽ പടക് മുങ്ങുമാറായി. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവുണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. പടക് മുങ്ങുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. അപ്രകാരമുള്ള അവസ്ഥ. കാരണം എന്താണ്? വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഹല്ലേലൂയ. ചുറ്റിയടിക്കുന്ന ചുഴലിക്കാറ്റ്. ഹല്ലേലൂയ. മുന്നോട്ട് വിടാതെ വണ്ണം. ഹല്ലേലൂയ. പടകിനെ ഇപ്പോൾ മുക്കിക്കളയും. ഇനി ഹല്ലേലൂയ ഇനി മുന്നോട്ട് ജീവിതമില്ല, അവസാനിച്ചു എന്ന് വിധി എഴുതുന്ന വേളയിൽ ഹല്ലേലൂയ എല്ലാം തകർന്നു, എല്ലാം തരിപ്പണമായി, ഇനി മുന്നോട്ട് എനിക്ക് സഞ്ചരിക്കുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ ഹല്ലേലൂയ എന്താണ്? അവൻ ആ മരത്ത് തല വെച്ചുറങ്ങുകയാണ്. അവിടെ യേശു കർത്താവ് ഇല്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു. ഈ യാത്രയിൽ ഹല്ലേലൂയ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണെന്നുള്ള ചിന്തയൊക്കെയും ഉണ്ടാകുമ്പോൾ യേശു കർത്താവ് ഉറങ്ങുന്ന അവസ്ഥയിലാണ് അവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഉറങ്ങുന്ന യേശു കർത്താവിനെ അവർ ഉണർത്തിയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ്. എന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ തകർന്ന അവസ്ഥ, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയാണ്. ഇനി ഹല്ലേലൂയ പുറം ലോകം കാണുവാൻ കഴിയില്ല, ജീവിതം അവസാനിക്കുന്ന അവസ്ഥ. മറ്റൊരിടത്ത് നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ പുറത്ത് ആ വെള്ളത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുറത്ത് വരികയില്ല എന്ന് വിധി പറയുന്നതായ ചുഴലിക്കാറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ 4 വശത്തു നിന്ന് മുക്കിക്കളയുവാനായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ തിര തള്ളി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഉറങ്ങുന്ന കർത്താവിനെ ഒന്ന് ഉണർത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ചോദിക്കുന്നത്? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പ്രശ്നങ്ങളിൽ നാം അകപ്പെട്ടു പോകുമ്പോൾ നാം കർത്താവിനെ ഓർക്കാറുണ്ടോ? കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാറുണ്ടോ? ഹല്ലേലൂയ. നാമം നമ്മുടെ കർത്താവുമായിട്ടുള്ള അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ തിര തള്ളി കയറുമ്പോൾ ഹല്ലേലൂയ പടക് മുങ്ങുന്നതായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം കർത്താവിനെ ഹല്ലേലൂയ വിളിക്കുവാൻ തയ്യാറാകാറുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവും നാമുമായുള്ള അവസ്ഥ എന്താണ്? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് നാമും നമ്മുടെ കർത്താവുമായുള്ള ആ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ മുങ്ങുമാറാക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ അസ്തമിച്ചു എന്ന് പറയുന്ന വിഷയങ്ങളാണ് ഹല്ലേലൂയ മുന്നോട്ടുള്ളത് എങ്കിൽ ഹല്ലേലൂയ അതിൽ നിന്ന് ഹല്ലേലൂയ ഒരു വിടുതൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിനെ ഉണർത്തിക്കൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ നശിച്ചു പോവുകയാണ്, ഹല്ലേലൂയ ഞങ്ങൾ മുങ്ങി താഴാൻ പോവുകയാണ്, ഹല്ലേലൂയ ഇനി ഹല്ലേലൂയ എല്ലാം അസ്തമിക്കുകയാണ് എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ യേശു കർത്താവ് എഴുന്നേറ്റ് എന്താണ് ചെയ്തത്? ആ ചുഴലിക്കാറ്റിനെ, വലിയ ചുഴലിക്കാറ്റിനെ ഹല്ലേലൂയ എന്താണ് പറഞ്ഞത്? കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനെ നാം ഉണർത്തുവാൻ തയ്യാറാകുമ്പോൾ, യേശു കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരുമ്പോൾ എത്ര വലിയ പ്രതികൂലം കടന്നു വന്നാലും ഹല്ലേലൂയ ആ പ്രതികൂലത്തെ നോക്കി ശാസിക്കുവാൻ തയ്യാറാകും. സ്തോത്രം. ഹല്ലേലൂയ. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞ മാത്രയിൽ തന്നെ ഹല്ലേലൂയ കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും ശാന്തത തരികയില്ല എന്ന് പറഞ്ഞ് ശത്രു വാദിച്ചുകൊണ്ട് ഹല്ലേലൂയ ജീവന് വിരോധമായി ഒന്നിനുമേതെ പ്രതികൂലങ്ങളെ അയച്ചുവിട്ട് ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ ആ ഹരിയ ചുഴിയിൽപ്പെട്ട് മുങ്ങുന്ന അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. അതിനെ ശാസിക്കുവാൻ തയ്യാറായ യേശു കർത്താവിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും മുങ്ങിപ്പോകുവാൻ ഇടയാകാതെ വണ്ണം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരത്തക്ക നിലയുള്ള ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരത്തക്ക നിലയിൽ എന്ത് തന്നെ പ്രശ്നമാകട്ടെ,
ശാരീരിക ബുദ്ധിമുട്ടാകട്ടെ, മാനസികമായുള്ള ഹല്ലേലൂയ ബുദ്ധിമുട്ടാകട്ടെ, ഹല്ലേലൂയ ഭൗതിക വിഷയങ്ങളാകട്ടെ, ആത്മീയ വിഷയങ്ങളാകട്ടെ, ഏത് വിഷയങ്ങളാണ്, കുടുംബത്തിൻ്റെ വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, ഏത് വിഷയത്തിലാണ് ഭാരം അനുഭവിക്കുന്നത് അവിടെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ വാക്ക് ഹല്ലേലൂയ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതെ ഇരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പ്രകൃതി പോലും നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വരികയില്ല, മോചിതനാകുകയില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. വലിയ ശാന്തത നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കണം? നുറുങ്ങിയ ഹൃദയത്തോടെയാണോ ആയിരിക്കുന്നത്? തകർന്ന ഹൃദയത്തോടാണോ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പ്രവർത്തിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുമ്പോൾ താഴ്മയുള്ളവർക്കോ അധികം കൃപ നൽകിക്കൊണ്ട് ഹല്ലേലൂയ പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽക്കത്തക്ക നിലയിൽ ഒരു പുത്തൻ ശക്തിയാൽ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽക്കുകയും അത് നമ്മെ വിട്ട് ഓടിപ്പോകത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. നുറുങ്ങിയ ഹൃദയത്തോടെ നാം നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൻ്റെ ഹല്ലേലൂയ ആ നുറുങ്ങിയ അവസ്ഥയെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഉപേക്ഷിച്ച് പോകുന്നവനല്ല നാം സേവിക്കുന്ന കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഇവൻ തകരപ്പെട്ടവനാണ്, ഒന്നുകൂടെ തകരട്ടെ എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 38 വർഷമായിട്ട് ഹല്ലേലൂയ ആ കുളക്കരയിൽ കിടക്കുന്നതായ വ്യക്തി. സ്തോത്രം. ഹല്ലേലൂയ. ആശയെല്ലാം അസ്തമിച്ചു പോയി, ഇനി എൻ്റെ ജീവിതം ഇവിടെ തന്നെ തീരും, ഹല്ലേലൂയ ഇനി എനിക്ക് നടക്കുവാൻ കഴിയുകയില്ല, ഇവിടെ തന്നെ അവസാനിക്കുമെന്നുള്ള ആശയോടെ ആ കുളക്കരയിൽ കിടക്കുമ്പോൾ സ്തോത്രം യേശു കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. ആശ അസ്തമിച്ചു. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ യേശു കർത്താവ് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് സൗഖ്യമാക്കുന്നവനെന്നോ അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു മനുഷ്യരാൽ സൗഖ്യമാകുവാൻ കഴിയുമെന്നോ ആ വ്യക്തിക്ക് പ്രതീക്ഷയില്ല. ആ വ്യക്തിക്ക് പ്രതീക്ഷ കുളം കലങ്ങുമ്പോൾ ഹല്ലേലൂയ ആദ്യ ആ കുളത്തിലേക്ക് ഇറങ്ങുന്ന വ്യക്തി സൗഖ്യമാകും. ഇന്ന് വരെ താൻ കണ്ടുവന്നത് വെള്ളം ഹല്ലേലൂയ കുളത്തിലെ വെള്ളം കലങ്ങുമ്പോൾ ആരാദ്യം ഇറങ്ങുന്നു ആ വ്യക്തി സൗഖ്യമായ കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം, ഇതുവരെ കേട്ടിട്ടില്ലാത്തതായ ഒരു ചോദ്യം. ഹല്ലേലൂയ. ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ഹല്ലേലൂയ എനിക്ക് മനസ്സുണ്ടെന്നല്ല പറഞ്ഞത്, എന്നെ സഹായിപ്പാൻ മനുഷ്യരായിട്ട് ആരുമില്ല. സ്തോത്രം. ആ വ്യക്തിയുടെ ഹല്ലേലൂയ പരാതി ഇപ്രകാരമാണ്, എന്നെ സഹായിപ്പാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും 38 വർഷം ഇവിടെ കിടക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ എന്നേ ഈ വെള്ളത്തിലിറങ്ങി സൗഖ്യമായി ഞാൻ പോയേനെയുമായിരുന്നു. എന്നെ സഹായിപ്പാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ഹല്ലേലൂയ എൻ്റെ അവസ്ഥ ഇപ്രകാരമായത്. സ്തോത്രം. ഹല്ലേലൂയ. നാമം ഇപ്രകാരം ചിന്തിക്കുന്നവരും ഭാരപ്പെടുന്നവരും പറയുന്നവരുമല്ലേ, എന്നാൽ നമ്മെ സഹായിപ്പാനായി നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ആ കരം നമ്മളിലേക്ക് വെളിപ്പെട്ടു വരിക. ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ അനാഥത്വങ്ങൾ മാറുക. ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഒറ്റപ്പെടലുകൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കെന്നുള്ള, ഞാൻ ഏകനെന്നുള്ള അവസ്ഥകൾ മാറി എന്നോടൊപ്പം ഒരു ദൈവമുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റം വരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ 38 വർഷമായി കിടന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് യേശു കർത്താവ് ചെന്നിട്ട് ഹല്ലേലൂയ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ ആ ശബ്ദം ആ വ്യക്തിയുടെ കാതിൽ മുഴങ്ങുകയും അവൻ
സൗഖ്യമുള്ളവനായി കിടന്ന കിടക്കയുമായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ വിശ്വസിക്കുന്നവരാകണം. സ്തോത്രം. നമ്മുടെ അവസ്ഥകൾ എത്രയാകട്ടെ, എങ്ങനെയുള്ളതാകട്ടെ, ഹല്ലേലൂയ, അത് വിഷയമല്ല. നാമും യേശു കർത്താവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാമും യേശു കർത്താവും തമ്മിലുള്ള വിശ്വാസം എപ്രകാരമാണ്. വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ കിടന്ന കിടക്ക എടുത്ത് നടക്കത്തക്ക നിലയിൽ ഇനി അവിടെ കിടക്കേണ്ടി വരികയില്ല. കിടക്ക എടുക്കുവാനായി തിരികെ വരേണ്ടി വരികയില്ല. അപ്രകാരം ഹല്ലേലൂയ കിടക്ക എടുത്ത് നടക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ ഉള്ള ഒരു മാറ്റത്തെ ദൈവം തരുന്നു. സ്തോത്രം. ഇന്ന് വരെ കിടന്ന, ഇപ്പോൾ വരെ കിടന്ന അവസ്ഥയാണോ ആ വ്യക്തിയോട് ഹല്ലേലൂയ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞ് ആ നിമിഷം മുതൽ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാനും ഹല്ലേലൂയ കിടക്ക എടുത്തുകൊണ്ട് ഹല്ലേലൂയ താൻ എവിടെ നിന്ന് വന്നോ ആ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാനും ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കിക്കണമേ. ഹല്ലേലൂയ. ആരുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ഹല്ലേലൂയ ഞാൻ ഏകനെന്ന് ചിന്തിക്കുന്നിടത്തേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഏകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ദൈവം. സ്തോത്രം. എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സൗഖ്യമായേനെ എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് ഹല്ലേലൂയ അവനെ സൗഖ്യമാക്കി അവൻ്റെ ഹല്ലേലൂയ സന്തോഷത്തോടെ മടക്കി അയക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ഹല്ലേലൂയ നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ഹല്ലേലൂയ നമ്മുടെ നിരാശകൾക്കപ്പുറമായി പ്രവർത്തിച്ചുകൊണ്ട് ഹല്ലേലൂയ നിരാശയിലൊരു പ്രത്യാശ നൽകുന്ന ദൈവം. നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർത്തുകൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുൻപിൽ മാനിക്കത്തക്ക നിലയിൽ, മറ്റുള്ളവരുടെ മുൻപിൽ അതിശയമായി തീരത്തക്ക നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയപ്രകാരമാകണം. ഹല്ലേലൂയ നുറുങ്ങിയ ഹൃദയമാകണം. സ്തോത്രം. നുറുങ്ങിയ ഹൃദയം. ഹല്ലേലൂയ നുറുക്കത്തോടെ ആയിരിക്കുന്നു സമീപസ്ഥനായി കടന്നു വരുന്നവൻ, രക്ഷിക്കുവാനായി കടന്നു വരുന്നവൻ. ഹല്ലേലൂയ. അടുത്ത ഒരു ഹൃദയത്തെ പറ്റി നമുക്ക് നോക്കാം. പുതിയൊരു ഹൃദയം നമ്മൾക്കുണ്ടാകണം. സ്തോത്രം. പുതിയൊരു ഹൃദയം. ഹല്ലേലൂയ. ഹെസ്കേൽ നബിയുടെ പുസ്തകം 36 അധ്യായത്തിൻ്റെ 26 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലുപോലെയുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമുള്ള ഹൃദയം നിങ്ങൾക്ക് നൽകും. സ്തോത്രം. പ്രവാചകൻ ഹല്ലേലൂയ അന്നത്തെ ജനത്തോട് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും. ഹല്ലേലൂയ. ഹൃദയം നൽകുന്നതോടൊപ്പം തന്നെ പുതിയൊരു ആത്മാവിനെ നൽകും. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ ഹൃദയമായി പുതിയ ആത്മാവോടൊപ്പം നിന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. പുതിയ ആത്മാവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഹല്ലേലൂയ. പുതിയ ഹൃദയത്തിൽ പുതിയ ആത്മാവ് വസിക്കണം. പഴയത് വസിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ പുതുതായി നമുക്ക് മുന്നേറുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കല്ലായ ഹൃദയത്തെ മാറ്റിക്കളയും. ഹല്ലേലൂയ. ജഡത്തിൽ ഹല്ലേലൂയ കല്ല് പോലെയുള്ള അവസ്ഥ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഇളക്കമില്ലാത്തത്, ഹല്ലേലൂയ ഒരു മാറ്റമില്ലാത്തത്, ഹല്ലേലൂയ കല്ലായി നിൽക്കുന്ന ആ ഹൃദയത്തെ ജഡത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് മാംസളമായ ഒരു ഹൃദയം. ഹല്ലേലൂയ. നോക്കണമേ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ കല്ലായ ഹൃദയത്തെ മാറ്റിക്കൊണ്ട് മാംസളമായ ഹൃദയത്തെ ദൈവം അവിടേക്ക് കൂട്ടിവരുത്തുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു ഹൃദയത്തെ തരികയും ആ ഹൃദയം മാത്രമല്ല പുതിയൊരു ആത്മാവിനെ തരികയും ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാണ് അതിൻ്റെ ഹല്ലേലൂയ ഇപ്രകാരം ഹല്ലേലൂയ പുതിയൊരു ഹൃദയം വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരിക. പുതിയൊരാത്മാവ് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്നലെ വരെ ചലിക്കാതെ ഇരുന്ന വിഷയങ്ങൾ ചലനമുള്ളതായിത്തീരും. സ്തോത്ര. ഇന്നലെ വരെ പാഴും ശൂന്യമായ അനുഭവത്തിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ പുതിയ ആത്മാവും പുതിയ ഹൃദയം വരുമ്പോൾ ഹല്ലേലൂയ പാഴെന്ന് പറഞ്ഞത് ശൂന്യമെന്ന് പറഞ്ഞതിനെ ഫലവത്താക്കി തീർത്തുകൊണ്ട് ഹല്ലേലൂയ നന്മയുടെ അനുഭവത്തിലേക്ക് കടക്കത്തക്ക നിലയുള്ള ദൈവ പ്രവൃത്തി വെളിപ്പെടും.
സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹെസ്കേൽ പ്രവാചകരുടെ പുസ്തകം 36-27 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ. പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവ് തരുന്നത് എന്തിനെ? എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ, ഹല്ലേലൂയ, ഞാൻ ആരെന്ന് തെളിയിച്ചുകൊണ്ട്, യേശു കർത്താവ് നമ്മുടെ ദൈവം ആരെന്ന് തെളിയിച്ചുകൊണ്ട് ആ ചട്ടങ്ങളിൽ നടക്കത്തക്ക നിലയിൽ ഇന്നലെ വരെ നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു അതല്ല ഇന്ന് തൊട്ട് നമ്മുടെ ജീവിതം എങ്ങനെയാകുന്നു അവിടേക്കാണ് ഹല്ലേലൂയ നടക്കേണ്ടതിന്. ഇന്ന് മുതൽ ഒരു വ്യത്യസ്ത അനുഭവത്തിൽ, ഒരു പുത്തൻ അവസ്ഥയിൽ മുന്നേറേണ്ടതിന് പുതിയൊരു ഹൃദയത്താൽ, പുതിയൊരു ആത്മാവിനാൽ നിറച്ചുകൊണ്ട്, ഒരു പുത്തൻ അഭിഷേകത്താൽ നിറച്ചുകൊണ്ട്, ഒരു പുത്തൻ ശക്തിയാൽ നിറച്ചുകൊണ്ട് പുതിയതിലേക്ക് നടത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം നോക്കുമ്പോൾ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, ഹല്ലേലൂയ, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തെ നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാണ് പുതിയ ഹൃദയവും പുതിയ ആത്മാവും നൽകുന്നത്? പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തെ നാമം പാർക്കേണ്ടതിന്. ഹല്ലേലൂയ. പഴയ ഹൃദയത്തോടെ, പഴയ ആത്മാവോടെ കടന്നു ചെന്നാൽ പിതാക്കന്മാരുടെ ദേശം നമുക്ക് കൈവശമാക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ ദേശം കൈവശമാക്കണമോ? പഴയതിനെ ഉപേക്ഷിച്ചേ മതിയാവും. സ്തോത്രം. പിതാക്കന്മാരുടെ ദേശം കൈവശമാക്കണമോ? പഴയതെന്നുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പുതുതായി തീരണം. ഇതാ ഹല്ലേലൂയ, സകലതും പുതുതായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ സകലതും പുതുതായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പഴയതിനെ നോക്കുന്നില്ല, പുതിയതാണ് നമുക്ക് ആവശ്യം. പുതിയത് വന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. പിതാക്കന്മാരുടെ ദേശത്ത് പ്രവേശിക്കണമോ? പുതിയ ഹൃദയവും പുതിയ ആത്മാവും ഉണ്ടാകണം. അത് മാത്രമല്ല, നാം ദൈവത്തിൻ്റെ ജനമായിരിക്കണം. ദൈവം നമുക്ക് പിതാവായി, ദൈവം നമ്മുടെ ദൈവമായി നമ്മോടൊപ്പം ഇരിക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെ നീക്കി നിങ്ങളെ രക്ഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പുതിയതായ ഹൃദയവും പുതുതായ ആത്മാവും കടന്നു വരുമ്പോൾ മലിനതകൾക്ക് സ്ഥാനമില്ല. പാപത്തിൻ്റെ മാലിന്യം, ലോകത്തിൻ്റെ മാലിന്യം, ഹല്ലേലൂയ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിലൂടെയുള്ള സകല മാലിന്യങ്ങളെ നീക്കിക്കൊണ്ട് ഹല്ലേലൂയ നിങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം രക്ഷിക്കുവാൻ ശക്തനായ കർത്താവാണ്. ഹല്ലേലൂയ. പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ കണ്ട് പ്രവർത്തിച്ച് നമ്മെ രക്ഷിക്കുന്ന ദൈവം ഇന്ന് ഏത് സാഹചര്യത്തിനും മധ്യത്തിലായിരിക്കുന്നു, രക്ഷിക്കുവാൻ ശക്തനാണ് കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടിലൂടെ, കഷ്ടതകളിലൂടെ, കണ്ണുനീരിലൂടെ, കടഭാരങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ പറയുന്നതേ ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ പുതിയ ഹൃദയം വന്നതിനാൽ, പുതിയ ആത്മാവ് വന്നതിനാൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഹെസ്കേൽ പറയുന്നത്, ഹല്ലേലൂയ, പ്രവാചകൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ഇരിക്കേണ്ടതിനെ ധാന്യത്തെ വിളിച്ചു വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സമൃദ്ധിയെ വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ് നമ്മുടെ അവസ്ഥകളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ എല്ലാ മേഖലകളും സമൃദ്ധി നൽകുവാൻ ശക്തനാകിയാൽ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ വിശ്വാസത്തെ ക്ഷീണിക്കാതെ, വിശ്വാസത്തെ ശക്തിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ മരിച്ചെന്ന് ലോകം വിധിയെഴുതിയപ്പോൾ അവിടെ നിന്നൊരു ഉയർപ്പുണ്ടായി. ഹല്ലേലൂയ. അപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലോകം ഹല്ലേലൂയ നമ്മെ നോക്കുന്നവർ ഹല്ലേലൂയ പലതിലും വിധി എഴുതിയേക്കാം, എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്.
അവസ്ഥ ഇന്ന് എന്താണ്, എങ്ങനെയാണ്? ഹല്ലേലൂയ, ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. മനുഷ്യരാരും അറിയുന്നില്ല. ഹല്ലേലൂയ, ആ ദൈവം അറിയുന്നു എങ്കിൽ ഹല്ലേലൂയ അതിന്മേൽ ദൈവം പ്രവർത്തിക്കും. മനുഷ്യരറിഞ്ഞാൽ ഹല്ലേലൂയ അത് പലയിടത്തും പല രീതിയിൽ പറഞ്ഞ് പരത്തി പലതാക്കി തീർക്കുക. എന്നാൽ ദൈവം അറിയുമ്പോൾ ഭംഗിയായതിന് വേണ്ടിയിട്ട് ഒരു ക്രമീകരണത്തെ വരുത്തിക്കൊണ്ട് ഹല്ലേലൂയ മുന്നോട്ട് നയിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതെ ഇരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ ക്ഷാമം നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ ഹല്ലേലൂയ ചോദിക്കേണ്ട അവസ്ഥ വന്നു, മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടിയ അവസ്ഥ വന്നുവെങ്കിൽ ഇനി അപ്രകാരം ഉണ്ടാകാതെ ഇരിക്കേണ്ടതിന് ക്ഷാമത്തിൻ്റെ നിന്ന, ഇല്ലായ്മയുടെ നിന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഇരിക്കേണ്ടതിന് ഹല്ലേലൂയ ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. വർധനവ് നൽകുന്നവൻ. സ്തോത്രം. കൈവയ്ക്കുന്ന സകല മേഖലകളിൽ വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം പ്രകാരം, നമ്മുടെ ഹൃദയം പ്രകാരമായിരിക്കണം, പുതിയ ഹൃദയമായിരിക്കണം. പുതിയ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ഹല്ലേലൂയ മുന്നേറുമ്പോൾ ഒരു വർധനവിനെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പഴയ അവസ്ഥ പോലെ ഇല്ലായ്മ പറഞ്ഞ് നടക്കത്തക്ക നിലയിൽ ഇല്ലായ്മയുടെ അവസ്ഥയിലേക്ക് പിന്നെയും തള്ളിവിടുന്ന ദൈവമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് ഹല്ലേലൂയ വേണ്ടി ഹല്ലേലൂയ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരുന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവും വരുത്തുകയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ ദൈവത്തെ ഹല്ലേലൂയ നാം സേവിക്കുവാനിടയായോ ദൈവം വർധനവ് നൽകും. എല്ലാ മേഖലകളിലും ഹല്ലേലൂയ. ഇന്ന് ശാരീരികമായി ബുദ്ധിമുട്ടിലാണ്, ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ നാട്ടി ഹല്ലേലൂയ ആരോഗ്യത്തിൽ വർധനവ് നൽകുവാൻ ദൈവം സർവശക്തനാണ്. മാനസികമായി സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്, സമാധാനത്തിൻ്റെ സമൃദ്ധിയെ നൽകി വർധനവിലേക്ക് നടത്തുവാൻ ദൈവം സർവശക്തനാണ്. ഭൗതിക മേഖലകളിൽ ഹല്ലേലൂയ ബുദ്ധിമുട്ടിലും കടഭാരത്തിലും ഞെരുക്കത്തിലുമാണ്, അതിനെ മാറ്റി വർധനവിനെ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നത് നമ്മുടെ നമ്മെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സമ്പന്നനാക്കുവാൻ യേശു കർത്താവ് സ്വയം ദരിദ്രനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഹല്ലേലൂയ. ആ കർത്താവിന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. വർധനവിനെ നൽകുവാൻ കഴിവുള്ളവനാണ്. ആത്മീയമായി ഹല്ലേലൂയ ഇന്ന് ക്ഷീണിച്ചിരിക്കുകയാണോ, അവിടെ വർധനവിനെ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഏത് മേഖലയിലാണ് പ്രിയമുള്ളവരെ വർധനവില്ലാതെ ക്ഷാമത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നത്? ദൈവമായുള്ള ബന്ധത്തിലേക്കൊന്ന് അടുത്തു വരുവാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ മാറ്റി നമ്മുടെ ഹൃദയത്തെ ഒന്ന് പുതുക്കുവാൻ തയ്യാറാകുമോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ പുതുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പഴയ അവസ്ഥകളെയൊക്കെ മാറ്റി വർധനവിനെ നൽകുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിക്കായി ദൈവം നമ്മെ ഒരുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിൽ ആവശ്യമാണോ? ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റം വേണമോ? ഹല്ലേലൂയ. നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഒരു പുതിയ അവസ്ഥയിലേക്ക് കടന്നു വരണം, ഒരു പുതിയ ഹൃദയത്തിലേക്ക് കടന്നു വരണം, ഒരു പുതിയ ഹൃദയം നമ്മൾ സൃഷ്ടിക്കപ്പെടണം. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ പാപം ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ഹല്ലേലൂയ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ഹല്ലേലൂയ. സ്ഥിരമായ ആത്മാവില്ല എങ്കിൽ എവിടേക്കും ചെന്നപ്പെടാം. ഹല്ലേലൂയ. പല സാഹചര്യങ്ങൾ അകപ്പെട്ട് കുരുക്കിൽ വലയിലൊക്കെയും അകപ്പെട്ട് ഹല്ലേലൂയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കുരുക്കിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നാം പെട്ടുപോകും. അപ്രകാരം ഒരു അനുഭവത്തിലൂടെ ദാവീദ് കടന്നു പോയതിനാൽ പറയുന്നത്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ എന്നാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നിർമ്മല ഹൃദയം ആർക്കാണ് കൊടുക്കുന്നത്? ഹല്ലേലൂയ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഹല്ലേലൂയ. ദൈവം നല്ലവനായി ആരോട് കൂടെയാണ് ഇരിക്കുന്നത്? നിർമ്മല ഹൃദയമുള്ളവർക്ക്. ഹല്ലേലൂയ. ഇസ്രായേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് നാം പറ്റിയിരിക്കുമ്പോൾ യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ ദൈവത്തോട്
അകന്നു പോകുന്ന വ്യക്തിയെ പറ്റി പറയുമ്പോൾ ശപിക്കപ്പെട്ടവനാണെന്നാണ് ആ വ്യക്തിയെ പറ്റി പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തി ഭാഗ്യകരമായ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തി ശാപത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നു. സ്തോത്രം. ഹൃദയം കൊണ്ട് അകന്നത് കൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ഹൃദയത്തിൽ എന്താണ്? അസാധ്യ രോഗമാണുള്ളത്. സ്തോത്ര. ആ ഹൃദയത്തിന്റെ അവസ്ഥയെ ദൈവത്തിൽ നകന്ന ഹൃദയത്തിൽ അസാധ്യ രോഗമാണുള്ളത്. ആ ഹൃദയത്തിന്റെ അവസ്ഥയെ ദൈവമാണ് അറിയുന്നത്. ഹല്ലേലൂയ. അറിയുന്ന ദൈവം ആ ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രതിഫലത്തെ നൽകുന്ന ദൈവമാണ്. സ്തോത്രം. അന്നേരം നാം ചിന്തിക്കണം, നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? ദൈവത്തിൽ നകന്ന ഹൃദയമാണോ? ഹല്ലേലൂയ. അസാധ്യ രോഗത്താൽ നിറഞ്ഞ ഹൃദയമാണോ? ഹല്ലേലൂയ. ഇന്ന് ആ ഹൃദയത്തിന് ഹല്ലേലൂയ ഒരു നീക്കുപോക്കുണ്ടാകണം. സ്തോത്ര. ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളതേ, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവൻ്റെ നടപ്പിന് ഹല്ലേലൂയ പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ അവസ്ഥ അറിഞ്ഞാണ് ദൈവം ഹല്ലേലൂയ തക്കവണ്ണം പകരം നൽകുന്നത്. നമ്മുടെ ഹൃദയം ഹല്ലേലൂയ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യൻ ആശ്രയിച്ച് ദൈവത്തിൽ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് നാം ഒരിക്കലും ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് വിട്ടു മാറരുത്. പ്രിയമുള്ളവരെ, ശാപത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ശാപത്തിന്റെ അനുഭവത്തിൽ കടന്നു വന്നാൽ പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടുക എളുപ്പമുള്ള കാര്യമല്ല. ഹല്ലേലൂയ. നാം ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് കടന്നു വരണം. അതാണ് ഹല്ലേലൂയ യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഹല്ലേലൂയ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഭാഗ്യവാന്റെ അവസ്ഥ എപ്രകാരമാണ്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഭാഗ്യകരമായ യഹോവയിൽ ആശ്രയിച്ചു കൊണ്ട് ഹൃദയപ്രകാരം യഹോവയോട് പറ്റിച്ചേരുന്ന വ്യക്തി ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തിന് തുല്യമായി നനവുള്ള ഹല്ലേലൂയ മണ്ണിൽ നട്ട വൃക്ഷം. ഹല്ലേലൂയ. ആ നനവുള്ള മണ്ണിൽ നട്ട വൃക്ഷമാണോ? അതിൻ്റെ വളർച്ച ഹല്ലേലൂയ ആർക്കും തടയുവാൻ കഴിയില്ല. അതിൻ്റെ വളർച്ച ഹല്ലേലൂയ മറ്റുള്ള വൃക്ഷങ്ങളെ പോലെയല്ല. അത് നന്നായി കരുത്തോടെ വളരുന്നു. സ്തോത്ര. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വാട്ടം തട്ടുകയില്ല. കാരണം നനവിലാണത് നിൽക്കുന്നത്. നനവുള്ള തോട്ടം പോലെ നമ്മെ ഓരോരുത്തരെയും ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങൾ നാം ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്നവരാകണം. സ്തോത്രം. നിർമ്മലമായ ഒരു ഹൃദയത്തോട് ദൈവ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവിക പദ്ധതികൾക്കനുസരിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നേറുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ നമ്മുടെ അവസ്ഥയെ പറ്റി നാം ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നാകുന്ന വ്യക്തിയാണോ, അതോ ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിയാണോ? സ്തോത്രം. ഹല്ലേലൂയ. നിർമ്മലമായ ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടോ? പുതിയൊരു ഹൃദയം നമ്മളിൽ ഉണ്ടോ? നുറുങ്ങിയ ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടോ? നാം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വൈകിയ സമയത്ത് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ നമ്മെ തന്നെ? ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളൊക്കെയും ദൈവസന്നിധാനത്തിലേക്കൊന്ന് ഏറ്റുപറയുവാൻ തയ്യാറാകുമോ? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പുതുക്കം പ്രാപിക്കുവാൻ, ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തോടൊന്ന് നിലവിളിക്കുവാൻ തയ്യാറാകുമോ? ഇന്ന് വരെ മാറ്റമില്ലാത്ത അവസ്ഥകൾക്ക് ഹല്ലേലൂയ 38 വർഷമായി കിടന്ന ആ വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ വ്യക്തി നടക്കുവാൻ ഇടയായതുപോലെ
ഇന്ന് വരെയും ചലിക്കാത്ത ഹല്ലേലൂയ വിഷയങ്ങളുടെ മധ്യത്തിൽ ഒരു വിടുതൽ ആവശ്യമാണോ? ദൈവത്തോടൊന്ന് അടുത്തു വരാം. സ്തോത്രം. ഹല്ലേലൂയ. 3 ഹൃദയം, 1 നുറുങ്ങിയ ഹൃദയം, 2 പുതിയൊരു ഹൃദയം, 3 നിർമ്മലമായ ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. നാമും ദൈവമായുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ മുന്നേറുവാനായിട്ട് ഹല്ലേലൂയ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഹല്ലേലൂയ അങ്ങയുടെ ഹിതപ്രകാരമുള്ള ഒരു ഹൃദയം അടിയങ്ങൾ ഉണ്ടാകണം. കർത്താവേ, ദാവീദ് അങ്ങയുടെ ഹിതപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അടിയങ്ങളെ ഓരോരുത്തരെയും പറ്റിയ പ്രകാരം പറയത്തക്ക നിലയിൽ ഒരു പുതിയ ഹൃദയത്താൽ നിറയ്ക്കണമേ, നിർമ്മലമായ ഹൃദയത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നുറുങ്ങിയ ഹൃദയത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരണം. അങ്ങ് അടിയങ്ങളിൽ വസിക്കണം. അടിയങ്ങളുടെ അവസ്ഥകളിൽ ഹല്ലേലൂയ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ വിടുതലുകളെ നൽകണമേ. വലിയ വ്യത്യാസങ്ങൾ വരും ദിവസങ്ങൾ ഈ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന ശാരീരികമായ സൗഖ്യത്തെ നൽകുമാറാകണം. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയ മക്കൾക്ക് എത്ര വലിയ രോഗമായാലും പൂർണ്ണ വിടുതലിനെ നൽകുവാൻ അങ്ങ് സർവശക്തനാകിയാൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാനസികമായി ഹല്ലേലൂയ ഭാരപ്പെടുന്നവരുടെ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോയി ദൈവിക സമാധാനത്താൽ അവർ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പുതുബലം ധരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഭൗതിക വിഷയങ്ങളിൽ ഞെരുക്കങ്ങളില്ലാതെ വർധനവുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭൗതിക വിഷയങ്ങൾ, വൃക്ഷഫലവും നിലത്തിലെ ഫലവും വർദ്ധിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് അപ്രകാരം പ്രിയ മക്കളുടെ മേൽ വർധനവ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ഏൽപ്പിക്കുന്നു. കർത്തൃദാസിയെ കുടുംബത്തെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിന് കാരണമാകണം. ദൈവപ്രവൃത്തിക്ക് കാരണമാകണം. അടിയനെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിക്കാല സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ ദിവസങ്ങളിൽ വർധനവിനെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്ഷാമത്തിന്റെ നിന്ന ഇനി അനുഭവിക്കാതെ വണ്ണം ഹല്ലേലൂയ, ഹല്ലേലൂയ, വൃക്ഷഫലവും നിലത്തിലെ ഫലത്തെ ഹല്ലേലൂയ വിളിച്ചു വരുത്തി വർദ്ധിപ്പിച്ചു തരുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ, ധാന്യത്തെ വിളിച്ചു വരുത്തി തരുവാൻ കഴിവുള്ള കർത്താവാണ്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിനായി നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ രക്തതാജം, യേശുവിന്റെ രക്തതാജം. സ്തോത്രം, 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 സ്തോത്രം.